ആ ഭാഷയിൽ അർത്ഥമുള്ളതെല്ലാം സാങ്കേതികമായി പറയുമ്പോൾ ചേർക്കാൻ പറ്റുമോ? ചേർക്കണമെങ്കിൽ അതെന്ത് വേണം? സാഹചര്യത്തിൽ വേണം. ആ സാഹചര്യത്തിൽ ഉണ്ടോ ഇല്ല, പ്രമാണമുണ്ടോ പ്രമാണമില്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ പറഞ്ഞാലും എന്തെടുക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് ഭാഷയിൽ പോലും അങ്ങനെ അർത്ഥമില്ല, അങ്ങനെ ഉമർ മൗലവി പറയുന്നത്, അങ്ങനെയാണ് ഉമർ മൗലവി പ്രചരിപ്പിക്കുന്ന, വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഉമർ മൗലവി തന്നെ ഈ വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അനുസരണം എന്ന് അവിടെ അർത്ഥമുണ്ട്. പക്ഷെ ഉമർ മൗലവി ഉമറാബാദിൽ പോയിട്ടും എന്തെടുത്തില്ല, അത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ഉമർ മൗലവി തന്നെ ഈ വിഷയത്തിൽ പറയണം. 1998 ഫെബ്രുവരിയിലെ സൽസബീലാണ്. ഈ സൽസബീലിൽ പറയാണ്, പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ടാകൽ അറബി ഭാഷയിൽ ധാരാളം. അത് അറബി ഭാഷ മാത്രമല്ല, എല്ലാ ഭാഷയിലും ഉണ്ട്. പക്ഷെ അറബി ഭാഷയിൽ ധാരാളം ഉണ്ട്. അങ്ങനെയുള്ള പദങ്ങൾക്ക് അതാതു സ്ഥലത്ത് യോജിക്കുന്ന അർത്ഥമേതെന്ന് നോക്കി അതുമാത്രം വെക്കുകയല്ലാതെ എല്ലാ അർത്ഥങ്ങളും കണക്കിലെടുക്കണമെന്ന് ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. മൗലാന മൗദൂദി മാത്രമാണ് ഈ തോന്നിയാസം പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള അനുരാഗാത്മകമായ ഭ്രമം നിമിത്തം നമ്മുടെ ബുദ്ധിശൂന്യർ അത് ഏറ്റുപാടുകയും ചെയ്യുന്നു. ഉമർ മൗലവി നേർക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. ഉമർ മൗലവിക്ക് ഇങ്ങനെ വളച്ചേട്ടി പറയാൻ പറ്റൂലല്ലോ. എന്ത് നോക്കിയിട്ട് മനസ്സിലായില്ല, പോയിട്ട് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ വളച്ചേട്ടി പറയാം. നേർക്കുന്നതിനെ പറഞ്ഞു എന്ത്, അത് തോന്നിയാസാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം ഉണ്ടായാൽ അറബി ഭാഷയിൽ അറബി ഭാഷയിൽ ധാരാളമാണ്. അങ്ങനെയുള്ള പദങ്ങൾക്ക് അതാത് സ്ഥലത്ത് യോജിക്കുന്ന അർത്ഥമേതെന്ന് നോക്കി അതുമാത്രം വെക്കുകയല്ലാതെ എല്ലാ അർത്ഥങ്ങളും കണക്കിലെടുക്കണമെന്ന് ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. മൗലാന മൗദൂദി മാത്രാണ് ഈ തോന്നിയാസം പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് ആര് പറയുന്നു? ഉമർ മൗലവി പറയുന്നു. ഇബാദത്തിന്റെ ചർച്ചയിലാ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയണം, ഈ പുസ്തകം ഈ സൽസബീലിന്റെ 21ാമത്തെ പേജ് അവിടെ കാണാം, ഇബാദത്തിന് 3 അർത്ഥമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഇവർ വളരെയധികം മെനക്കെട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ കാണാം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്നിടത്ത് അനുസരണം എന്നർത്ഥമാക്കാൻ പറ്റുകയില്ലെന്ന് രേഖാമൂലം ഞാൻ തെളിയിച്ചപ്പോൾ അവർ ദയനീയമായ ഒരു ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയാണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്നിടത്ത് അനുസരണം എന്ന് അർത്ഥമാക്കാൻ പറ്റുകയില്ലെന്ന് രേഖാമൂലം ഞാൻ തെളിയിച്ചപ്പോൾ അവർ ദയനീയമായ ഒരു ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് വെച്ച കാരണങ്ങൾക്കും തെളിവുകൾക്കുമൊന്നും മറുപടി പറയാതെ, എന്റെ ഉമർ മൗലവി ബ്രാക്കറ്റ് പറഞ്ഞു, എന്ത്, അതൊരിക്കലും സാധ്യമല്ല. ഞാൻ ഉദ്ധരിച്ച തെളിവിനോ പ്രമാണങ്ങൾക്കോ മറുപടി പറയാൻ അവർക്ക് സാധ്യമല്ല. അതിനൊന്നും മറുപടി പറയാതെ ലാ തഅബുദു ശൈത്താന എന്നിടത്ത് അനുസരണം എന്നാണല്ലോ അർത്ഥമെന്ന് വാദിച്ചവർ മുന്നോട്ട് വന്നു. ശൈഖ് മുഹമ്മദും പറയുന്നുണ്ട്, എന്ത്, ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ കഴിഞ്ഞിട്ട് കണ്ടോ, ലാ തഅബുദു ശൈത്താൻ എന്നിടത്ത് ഉമർ മൗലവി അർത്ഥം വെച്ച് വഴിപ്പെടരുത് എന്നാണ്. എന്തിനാണ് ഈ കബളിപ്പിക്കൽ? ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? എന്തിനാണ് ഈ കബളിപ്പിക്കൽ? എന്നാ ഉമർ മൗലവി തന്നെ പറഞ്ഞു, എന്ത്, ഉമർ മൗലവി ഉന്നയിച്ച തെളിവുകൾക്ക് മറുപടി പറയാതെ അതൊരിക്കലും അവർക്ക് സാധ്യമല്ല. ലാ തഅബുദു ശൈത്താന എന്നിടത്ത് അനുസരണം എന്നാണല്ലോ അർത്ഥമെന്ന് വായിച്ചവർ മുന്നോട്ട് വന്നു. അവരുടെ ദയനീയമായ ബുദ്ധിശൂന്യതയിൽ സഹതപിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ KV മൂസ സുല്ലമി കുനിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹം പരലോകത്തുണ്ട് എന്ന് പറയും പോലെ ബുദ്ധിശൂന്യമാണിത്. കുനിയിലില്ല എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ അർത്ഥം അങ്ങനെ പറയേണ്ടത്. കുനിയിലില്ല എന്ന് പറഞ്ഞാൽ കുനിയിലില്ല അല്ല, പരലോകത്തുണ്ട് എന്നല്ല എന്റെ അർത്ഥം. കുനിയിലില്ല, അത് പരലോകത്തുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇയ്യാക നഅ്ബുദു വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ആ ഇബാദത്തിൽ എവിടെ അനുസരണം, തെളിവെവിടെ? അതിന് മറുപടിയില്ലാതെ വരുമ്പോ എന്തെടുക്കുന്നു? അതെ, ലാ തഅബുദു ശൈത്താൻ, അവിടെ അനുസരണം എന്നാണല്ലോ അർത്ഥമെന്ന് വായിച്ചു മുന്നോട്ട്. അവരുടെ ദീനീയമായ ബുദ്ധിശൂന്യതയിൽ സഹതപിക്കുന്നവർ വീണ്ടും പറയാൻ, അല്ല കൂട്ടരെ, ഇയ്യാക നഅ്ബുദു എന്നതിൽ ഈ അർത്ഥം പറയാൻ പറ്റുകയില്ലെന്ന് വാദിച്ചപ്പോൾ ലാ തഅബുദു ശൈത്താന എന്നതിൽ അത് പറ്റുമല്ലോ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? അർത്ഥമില്ല, ഒരർത്ഥമില്ലാത്ത വർത്താനം. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ വളരെ വ്യക്തമായി ആര് പറയുന്നു? ഉമർ മൗലവി സാഹിബ് കാര്യങ്ങൾ വിശദീകരിക്കാൻ. അപ്പോ പദങ്ങൾ, ആ പദത്തിൽ ഒരുപാട് അർത്ഥം.
പദത്തിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. ആ ഒരുപാട് അർത്ഥം കൂടി എല്ലാ അർത്ഥം കൂടി ആ പദങ്ങൾക്ക് വരുന്ന മുഴുവൻ അർത്ഥം കൂടിയിട്ട് ഒരു സ്ഥലത്ത് യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഉമർ മൗലവിയും അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, അമാനി മൗലവി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന ഇബാദത്ത് അത് ഇസ്ലാമികമല്ല എന്ന് വളരെ വ്യക്തമായി അമാനി മൗലവിയും വിശദീകരിച്ചു, ഉമർ മൗലവി വിശദീകരിച്ചു. പക്ഷെ ആ വിശദീകരണം എടുത്തു വെച്ചുകൊണ്ടാണ് സത്യത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെന്താണ് അടുത്ത വിഷയം അദ്ദേഹം പറയുന്നത്? ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിനെ സംബന്ധിച്ച് പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ, വിശേഷം ബഹുമാന്യനായ പരേതനായ ഉമർ മൗലവി സാഹിബ് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്വം അർപ്പിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എഴുതുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. അതും ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പുതിയ വാദമാണെന്ന് ഞങ്ങൾ പറയുന്നു. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാമെന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പുരാതനമായ അധ്യാപനങ്ങളിൽ ഒന്നാണ്. സൽസബീൽ പുസ്തകം 3 ലക്കം 3 പേജ് 40. വീണ്ടും എഴുതുന്നു, ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം, ദാസ്യവൃത്തി എന്ന അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് പാടില്ലെന്ന് പ്രബോധനം ചെയ്യുവാനായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്തം അദ്ദേഹം വിരോധിച്ചിട്ടില്ല. സൽസബീൽ പുസ്തകം 7 ലക്കം 7 പേജ് 11. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം മനസ്സിലാക്കണം. ഇബാദത്തിന് അടിമത്തം എന്ന അർത്ഥമുണ്ട് എന്ന് മർഹൂം PK മൂസ മൗലവി സാഹിബ്, A അലി മൗലവി സാഹിബ്, അമാനി മൗലവി സാഹിബ് എന്നിവർ അനേക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഉമർ മൗലവി സാഹിബ് തന്നെ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്വം പാടില്ലാത്തതാണെന്ന് അദ്ദേഹം തന്നെ മറ്റൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അഥവാ മീർസാ ഗുലാം അഹമ്മദിനെ കാദിയാനിസത്തെ വിമർശിക്കവേ, കാദിയാനി മതത്തിന്റെ പ്രവാചകനായി അവർ പരിചയപ്പെടുത്തുന്ന മീർസാ ഗുലാം അഹമ്മദിനെ വിമർശിക്കവേ അദ്ദേഹം എഴുതി, ഗുലാം അഹമ്മദ് എന്ന പേര് തന്നെ മുഅ്മിനിന് ചേർന്നതല്ല.